എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 10th പ്രിലിംസിന്റെ മൂന്നാമത്തെ ഫേസിൽ നടന്ന ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 11 ചോദ്യങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് മാത്രം ചോദിച്ചു. 10 ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്. ചിലപ്പം അത് 7-8 ആകാം. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഇത്രയും ചോദ്യങ്ങൾ ഇല്ലായിരുന്നു ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന്. ഇനി ആ രണ്ട് ഫേസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ മൂന്നാമത്തെ ഫേസ് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആനയാടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത്രയും വലിയ വ്യത്യാസമുണ്ട്. സെക്കൻഡ് ഫേസിലെ ചോദ്യങ്ങളൊക്കെ തന്നെ NCERT +1 +2 എന്ന് ചോദിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് ഫേസിൽ കുറെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫി ചോദിച്ചു. നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അങ്ങനെ നല്ല ബുദ്ധിമുട്ടിച്ച ചോദ്യങ്ങളായിരുന്നു ആ രണ്ട് ഫേസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഫേസിലേക്ക് വന്നാൽ പക്ക ഡയറക്റ്റ് CRT മാത്രം, വേറെ പുറത്തുനിന്നൊന്നും ചോദിച്ചിട്ടില്ല. അതും പുതിയ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്ന് പോലും ചോദിച്ചിട്ടില്ല. പഴയ നമ്മുടെ ആ 10ാം ക്ലാസ്സിലെ പുസ്തകം ഉണ്ടല്ലോ, 7ാം പാഠം വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 8ാമത്തെ പാഠവും ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രവും. അതായത് 10ാം ക്ലാസ്സിലെ 7ഉം 8ഉം പാഠത്തിൽ നിന്ന് മാത്രം ഡയറക്റ്റ് ആ ഒരു പാഠപുസ്തകം വായിച്ചിട്ട് അങ്ങനെ തന്നെ ചോദ്യങ്ങൾ കോപ്പി ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു തേർഡ് ഫേസിൽ ഇന്ത്യൻ ജോഗ്രഫി എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ചോദ്യങ്ങൾ ഓരോന്നായിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് നോക്കാം. ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് പറയുന്നത്. ഗ്രീനിച്ച് രേഖ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് 0 ഡിഗ്രി രേഖാംശ രേഖ. അതിലെ സമയം 2 മണിയാകുമ്പോൾ 2 PM 2 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 5:30 AM, 5:30 PM, 7:30 PM, 7:30 AM. എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത്? ഏതാണ് ഇതിന്റെ ഉത്തരം? ഇത് ഉത്തരം കണ്ടെത്താനായിട്ടൊരു സിമ്പിൾ കോഡ് ഉണ്ട് അല്ലേ? ഗ്രീനിച്ച് സമയം എത്രയാണോ നൽകുന്നത്, GMT അല്ലേ, ഗ്രീനിച്ച് മെറിഡിയൻ ടൈം എത്രയാണോ നൽകുന്നത് അതിന്റെ കൂടെ 5:30 മണിക്കൂർ മുമ്പോട്ട് കൂട്ടിയാൽ ഇന്ത്യയിലെ സമയമായി. ഗ്രീനിച്ച് സമയം 2 മണി, ഉച്ച തിരിഞ്ഞ് 2 PM ആണ്. അങ്ങനെയെങ്കിൽ 5 മണിക്കൂർ മുമ്പോട്ട് കൂട്ടിക്കുക, 5:30 മണിക്കൂർ മുമ്പോട്ട് കൂട്ടിക്കേ. 3, 4, 5, 6, 7, 7 5 അല്ലേ? 7:30. ഇനി അതിന്റെ കൂടെ 5:30 മണിക്കൂർ മുമ്പോട്ട് കൂട്ടിയപ്പോൾ PM AM ആയി മാറുമോ? ഇല്ല, PM തന്നെയാണ്, വൈകുന്നേരം തന്നെയാണ് അല്ലേ? ആൻസർ 7:30 PM. കിട്ടിയല്ലോ. ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. എന്താ വ്യക്തമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നതാണ്. ഞാൻ എൻ്റെ ക്ലാസ് നോട്ട് എടുക്കാം. ക്ലാസ് നോട്ട് നമ്മളിത് ഇത് എന്താണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നുണ്ട്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ അടിസ്ഥാനപ്പെടുത്തിയാണ്. 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. അതിന്റെ ചിത്രം ഉൾപ്പെടെ ഞാൻ നമ്മുടെ നോട്ടിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് 82.5 ആണ്. നമ്മുടെ പ്രാദേശിക സമയം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഈ രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയുടെ പ്രാദേശിക സമയം കണക്കാക്കുന്നത്. ഇതിനെ നമ്മൾ ഗ്രീൻവിച്ച് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ സമയം നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് ഇത് അറിയപ്പെടുന്നു. ഇതിനെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സമയമേഖലയുടെ എണ്ണം എന്ന് ചോദിച്ചാൽ ഒന്നാണ്. നമുക്ക് ഒരു മെറിഡിയനേ ഉള്ളൂ, ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയനേ ഉള്ളൂ. ചില രാജ്യങ്ങൾക്ക് ഇതേപോലത്തെ ധാരാളം രേഖാംശങ്ങൾ 5ഉം 6ഉം 7ഉം 10ഉം 11ഉം 12ഉം രേഖാംശങ്ങൾ മെറിഡിയനായിട്ട്, സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് വരുന്ന രാജ്യങ്ങളുണ്ട് അല്ലെ? ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. റഷ്യയേക്കാൾ ചെറിയ രാജ്യമാണ് ഫ്രാൻസ് എങ്കിലും അവരുടെ ഓവർസീസ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ടെറിട്ടറീസ് അവർക്കുണ്ട്. വേറെ ലോകത്തിന്റെ പല ഭാഗത്ത് അവർക്ക് അവരുടെ കോളനികൾ ഇപ്പോഴും ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സമയമേഖല ഉണ്ടെന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് റഷ്യയാണ് അല്ലെ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതെല്ലാം രേഖാംശങ്ങൾ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ഇന്ത്യയുടെ രേഖാംശ രേഖയെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യൻ രേഖാംശ രേഖ, അതായത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്ന 5 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഉത്തർപ്രദേശ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മിർസാപൂരാണ്. ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം ഏത്? മിർസാപൂര് കേട്ടോ, അത് ഉത്തർപ്രദേശിലാണ്. പിന്നെ 2 മധ്യപ്രദേശ്, 3 ഒഡീഷ, 4 ഛത്തീസ്ഗഡ്, 5 ആന്ധ്രാപ്രദേശ്. ഇങ്ങനെ 5 സ്റ്റേറ്റ്സിലൂടെ ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്നു. ഇന്ത്യൻ പ്രാദേശിക സമയം, നമ്മുടെ ചോദ്യം, ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുമ്പിലായിരിക്കും? 5:30 മണിക്കൂർ. ചിലപ്പോൾ ഇനി അടുത്തൊരു പരീക്ഷയ്ക്ക് ഇന്ത്യയിലെ സമയം തരും. ഇന്ത്യയിലെ സമയം വൈകുന്നേരം 7:30 ആണെങ്കിൽ ഗ്രീനിച്ചിലെ സമയം എത്ര എന്ന് ചോദിക്കാനായിട്ട് അപ്പൊ പുറകോട്ട് 5:30 മണിക്കൂർ നോക്കണം. 2 PM കണ്ടോ, 2 PM പുറകോട്ട് 5:30 മണിക്കൂർ നമ്മൾ നോക്കണം. അങ്ങനെ മാറി 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 ഇത് തന്നു വരാം. ഒരു ചോദ്യം, ലണ്ടൻ നഗരത്തിൽ രാവിലെ 10 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ചോദ്യം ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് പഠിപ്പിച്ച സമയത്ത്. ലണ്ടൻ നഗരത്തിൽ രാവിലെ 10 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 5:30 മണിക്കൂർ മുമ്പോട്ട് കൂട്ടണം. ഇന്ത്യയിലെ സമയം അപ്പൊ എത്ര വരും? 3:30 10 AM ആയിരുന്നു. പക്ഷെ 5:30 മണിക്കൂർ മുമ്പോട്ട് കൂട്ടിയപ്പോൾ ഉച്ച കഴിഞ്ഞു, അപ്പൊ 3 PM ആണ്. അതൊന്നും AM PM തിരിഞ്ഞു പോകാത്ത രീതിയിൽ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അടുത്ത ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ഡി ഏതാണ്? ലാറ്ററൈറ്റ് സോയിൽ. നമ്മുടെ ക്ലാസ്സിനകത്ത് മണ്ണിനെ പറ്റി പഠിച്ച പാഠത്തിനകത്ത് ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കട്ടെ. യെസ്, നോക്കിക്കോ. ലാറ്ററൈറ്റ് ഇതാണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ച PPT. ആ PPTക്കകത്ത് ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണിനം. ഇത് മാത്രം പഠിച്ചാൽ പോരായിരുന്നോ? നമ്മുടെ ചോദ്യം ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ? മൺസൂൺ കാലാവസ്ഥയും എന്താണ് ഇടവിട്ട് വേനൽക്കാലവും വരുന്ന പ്രദേശത്തെ മണ്ണിനമാണ് ഏത്? ചെങ്കൽ മണ്ണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണ് പ്രധാനമായിട്ടും ഈ മണ്ണുള്ളത് അല്ലെ? നമുക്കറിയാം, നമുക്ക് മൺസൂൺ കഴിഞ്ഞ് പിന്നെ ശൈത്യകാലം വരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേനൽക്കാലം വരുന്നു, വീണ്ടും നമുക്ക് മൺസൂൺ വരുന്നു. അപ്പൊ മൺസൂണും വേനൽക്കാലവും ഇടവിട്ട് വരുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ്. ഉഷ്ണമേഖലയിലെ മഴയുടെ ഫലമായി ധാരാളം ജലം ഈ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നു. മൺസൂൺ കാലത്ത് ധാരാളം ജലം ഈ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നു. മണ്ണിലടങ്ങിയിട്ടുള്ള കാൽസ്യവും സിലിക്ക എന്നീ മൂലകങ്ങൾ ജലത്തിൽ ലയിച്ച് ഒലിച്ചു പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ലീച്ചിങ് അല്ലെ? അപ്പോൾ മണ്ണിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ ജലത്തിൽ ഈ മഴവെള്ളത്തിൽ ലയിച്ച് ഒലിച്ചു പോകുന്നു. അതായത് ലീച്ചിങ് എന്നറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഏത് മണ്ണിനത്തിലാണ്, ഏത് മണ്ണിനുള്ള മേഖലയിലാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ് ഉള്ള മേഖലയിൽ നടക്കുന്ന ഒരു പ്രധാന പ്രവൃത്തിയാണ് ഇത് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇരുമ്പ് ഓക്സൈഡ്, അയൺ ഓക്സൈഡും അലുമിനിയത്തിന്റെ സംയുക്തങ്ങളും മണ്ണിൽ അവശേഷിക്കുന്നു. ഈ ലീച്ചിങ്ങിന് ശേഷവും മണ്ണിൽ അവശേഷിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളാണ്. ഒന്ന് അയൺ ഓക്സൈഡ്സും, രണ്ട് അലുമിനിയത്തിന്റെ കോമ്പൗണ്ട്സും സംയുക്തങ്ങളും. ഉയർന്ന ഊഷ്മാവിൽ ബാക്ടീരിയയുടെ ഫലമായി, കാരണം ഇത് ഉഷ്ണമേഖലാ പ്രദേശത്താണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞായിരുന്നു ഈ മണ്ണ്, അല്ലെങ്കിൽ ഉഷ്ണമേഖല ഒരു സവിശേഷതയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഉയർന്ന ഊഷ്മാവിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ജൈവാംശം ഈ മണ്ണിൽ ഇല്ലാണ്ടാവുന്നു അല്ലെ? അപ്പൊ ഇതിനകത്ത് എന്തിന്റെ അംശം ഇല്ലാണ്ടാവുന്നു എന്ന് പറയുന്നത്? ഇതിനകത്ത് ജൈവാംശം, ഓർഗാനിക് കണ്ടൻസ് ഇതിനകത്ത് ഇല്ലാണ്ടാവുന്നു. ഓർഗാനിക് ആയിട്ടുള്ള കണ്ടൻസ് ഇതിനകത്ത് ഇല്ലാണ്ടാവുന്നു. നൈട്രജൻ, ഫോസ്ഫേറ്റ്, കാൽസ്യം എന്നിവ ഈ മണ്ണിൽ കുറവാണ്. നൈട്രജനും ഫോസ്ഫേറ്റും കാൽസ്യം ഒക്കെ ഈ മണ്ണിൽ കുറവാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇതൊക്കെ എന്താണോ കുറവ് വരുന്നത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ നൈട്രജൻ ഇല്ല, ഫോസ്ഫേറ്റ് ഇല്ല, കാൽസ്യം ഇല്ല. അപ്പം ഇത് മണ്ണ് ഫലഭൂഷ്ടമാക്കാനായിട്ട് എക്സ്ട്രാ ഈ കാര്യങ്ങൾ ആഡ് ചെയ്യണം. എന്നാൽ ഇതിനകത്ത് പൊട്ടാഷ് സമ്പന്നമാണ്. പൊട്ടാസ്യത്തിന്റെ അല്ല ഇതുമായി ബന്ധപ്പെട്ട കോമ്പൗണ്ട്സ് അല്ലെ അതിനകത്ത് സമ്പന്നമാണ്. ഇനി തമിഴ്നാട്, ആന്ധ്ര, കേരള കൂടാതെ തമിഴ്നാടും ആന്ധ്രയും ഈ പറഞ്ഞ മണ്ണ് കാണപ്പെടുന്നുണ്ട്, സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് അല്ലെങ്കിൽ മണ്ണെന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതിനകത്ത് ഒരെണ്ണം നമുക്ക് കൃത്യമായിട്ട് ചോദ്യമായിട്ട് വരികയും ചെയ്തു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിരുന്നു. വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക അടിസ്ഥാനത്തിലുള്ള വ്യവസായങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് റബ്ബർ വ്യവസായം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ലൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ PPTയിലെ ഒരു സ്ലൈഡ് അല്ലെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് നമ്മുടെ ചോദ്യം ഉണ്ടോ നമുക്ക് നോക്കാം. നോക്ക്, 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ആണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. അപ്പൊ 25 ഡിഗ്രി സെൽഷ്യസ് താപനില വേണം. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. മഴ എത്ര വേണം? 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. അങ്ങനെയുള്ളിടത്ത് ഏത് വ്യവസായം അനുയോജ്യമായിട്ടുള്ളൂ? റബ്ബർ വ്യവസായത്തിന് അനുയോജ്യമായ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇത് രണ്ടും കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഏത് മണ്ണാണ്? ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമാണ്. നമ്മുടെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇതല്ലായിരുന്നു ചോദ്യം. നമ്മുടെ സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ റബ്ബർ വ്യവസായവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. അവിടെ നിന്ന് ചോദ്യം വന്നു. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, കർണാടകം. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കല. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, പശ്ചിമ ബംഗാൾ. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് അല്ലെ? ടാറ്റ അല്ലെ? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. അപ്പോൾ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളതായിരുന്നു ഇത്. ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന ടോപ്പിക്കിനകത്തു നിന്ന് നമ്മൾ ഈ ഒരു സ്ലൈഡ് പഠിച്ചിരുന്നു. ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം, സവിശേഷത എങ്ങനെ നമ്മുടെ SCERT ടെക്സ്റ്റിനകത്ത്, അതായത് 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ 8ാമത്തെ പാഠത്തിൽ ഇങ്ങനെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയാ കൊടുത്തേക്കുന്നത്? ആദ്യം
ടിസ്കോ, സ്ഥലം ജംഷഡ്പൂർ. കൊടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ ഓപ്ഷനകത്ത്. ടിസ്കോയുടെ ബ്രാക്കറ്റിൽ ജംഷഡ്പൂർ അല്ലേ? ചോദ്യം ദേ കിടക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇതല്ലേ നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്? കിട്ടിയില്ലേ? ഇനി തൊട്ടടുത്ത് ഇസ്കോ, തൊട്ട് താഴെ ഇസ്കോ. ഇസ്കോ എവിടെയാണ്? 3 സ്ഥലങ്ങളിലായിട്ട്, കുൾട്ടി, ബേൺപൂർ, ഹിരാപൂർ തുടങ്ങിയ 3 സ്ഥലങ്ങളിലായിട്ട്, പശ്ചിമ ബംഗാളിലെ 3 സ്ഥലങ്ങളിലായിട്ട് ഇസ്കോയുടെ പ്ലാൻസ് ഉണ്ട്. എന്താണ് പ്രത്യേകത? പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല. ഇത് സ്വകാര്യ മേഖലയല്ല, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത കൊടുത്തേക്കുന്നു VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. എവിടാണ്? കർണാടകയിലെ ഭദ്രാവതി എന്ന സ്ഥലത്താണ്. എന്താണ് പ്രത്യേകത? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ വരാം. ക്ലിയർ? ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി. എവിടെയാണത്? ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ദുർഗ് അല്ലെ? ദുർഗ് എന്ന ജില്ലയിൽ. ഇത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഭിലായി ഇരുമ്പുരുക്ക് ശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്ഥലം ഛത്തീസ്ഗഡ് ഓപ്ഷൻ ഇല്ലായിരുന്നു. ഛത്തീസ്ഗഡിലെ ജില്ല ദുർഗ് ജില്ലയായിരുന്നു ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നത്. എന്താണ് പ്രത്യേകത? 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചു. ഇതേപോലെ തന്നെ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച മറ്റൊരു ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? ബൊക്കാറോ അല്ലെ? ബൊക്കാറോ. 1964 പ്രവർത്തനം ആരംഭിച്ച ബൊക്കാറോ. പിന്നെ ജർമ്മനിയുടെ സഹായത്തോടെ ആരംഭിച്ചതുണ്ട്. ഏതാണ്? റൂർക്കല. റൂർക്കല. റൂർക്കല ജർമ്മനിയുടെ സഹായത്തോടെ. റൂർക്കല അല്ലെ? ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കല അല്ലെ? ഒഡീഷയിലെ. പിന്നെ ബ്രിട്ടന്റെ സഹായത്തോടെ ദുർഗാപൂര്. ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോടെ. ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോടെ. വെസ്റ്റ് ബംഗാളില് അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന ടോപ്പിക്കിനകത്ത് ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ക്ലിയർ? ഇനി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? മാൾവ പീഠഭൂമി, ഉപദ്വീപ പീഠഭൂമി, ആരവല്ലി പർവ്വതനിര, ഉത്തര മഹാസമുദ്രം. ഏതാണ് ആൻസർ? ഒരു സംശയം വേണ്ട. ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ ബി അല്ലെ? ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉത്തരം. പീഠഭൂമികൾ പറ്റി നമ്മൾ വളരെ വിസ്താരമായിട്ട് 2-3 പാർട്ട് എടുത്താണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഫസ്റ്റ് പാർട്ടിലെ സ്ലൈഡ് ഒന്ന് വായിക്കാം നമുക്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലയും, ഇത്രയും വേണം. അപ്പൊ ഏറ്റവും പഴക്കമേറിയത് ഒരെണ്ണം കിട്ടി, ചോദ്യത്തിനകത്തുള്ള ഒരെണ്ണം കിട്ടി. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപ പീഠഭൂമി. ഇത് വിസ്തൃതം കിട്ടിയില്ലേ? ഇനി ഏകദേശ വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പുതിയ പുസ്തകത്തിനകത്ത് 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്ന ഒറ്റ കൊടുത്തേക്കുന്നത്. തെക്ക് വടക്ക് നീളം ഏകദേശം 1600 കിലോമീറ്റർ. അതേ അടുത്തത്, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായത്. അപ്പൊ പഴക്കം, ഉറപ്പേറിയ ശില, വിസ്തൃതം 3 ആയിട്ടില്ലേ? ദേ ചോദ്യത്തിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഇങ്ങോട്ട് നോക്ക്. വിസ്തൃതം, പഴക്കം ചെന്നത്, ഉറപ്പേറിയ ശിലകൾ, 3ഉം ഇവിടെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അതാണ് ഉപദ്വീപ പീഠഭൂമി. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഉപദ്വീപ പീഠഭൂമിയിലെ നിരവധി പീഠഭൂമികളിൽ ഉള്ളതിനാൽ ഇവയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ഉപദ്വീപ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. കാലികമായി മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഇലപൊഴിയും ഉഷ്ണമേഖലാ കാടുകളാണ്. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നൈസർഗിക സസ്യജാലങ്ങൾ. തേക്ക്, സാല്, ചന്ദനം, മുള തുടങ്ങിയവയാണ് ഈ മേഖലയിൽ പ്രധാനമായും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ എന്നുകൂടി ഓർക്കുക. ഇലപൊഴിയും ഉഷ്ണമേഖലാ കാടുകളിൽ പ്രത്യേകിച്ച് ഉപദ്വീപ പീഠഭൂമിയിൽ തേക്ക്, സാല്, ചന്ദനം തുടങ്ങിയവ കാണപ്പെടുന്നു. കറുത്ത മണ്ണും ചെമ്മണ്ണും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. കൂടുതൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓപ്ഷനിൽ വന്നാൽ കൂടുതൽ കറുത്ത മണ്ണാണ്. ഉപദ്വീപ പീഠഭൂമിയിൽ 2 ഉണ്ടെങ്കിലും കൂടുതലായും കറുത്ത മണ്ണാണുള്ളത്. കാരണം ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ ആയതുകൊണ്ട്, ഡെക്കാനിൽ കൂടുതൽ കറുത്ത മണ്ണായതുകൊണ്ട് മെജോറിറ്റി ചോദിച്ചാൽ നമുക്ക് കറുത്ത മണ്ണ് പറയാം. പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ് ഉപദ്വീപ പീഠഭൂമിയിൽ പ്രധാന കാർഷിക വിളകൾ. കറുത്ത മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിളയാണ് ഏത്? പരുത്തി അല്ലെ? കറുത്ത പരുത്തി മണ്ണെന്ന് തന്നെയാണ് നമ്മുടെ കറുത്ത മണ്ണിനെ വിളിക്കുന്നത് തന്നെ. കറുത്ത പരുത്തി മണ്ണ്, റിഗർ മണ്ണെന്നും ചെർണോസം എന്നും ഒക്കെ അത് അറിയപ്പെടുന്നു. ഇനി പ്രധാനമായിട്ടും ഇവിടുന്ന് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? ഓർസ്, ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ധാതു വിഭവങ്ങൾ. അടുത്ത ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? അടുത്ത ചോദ്യം ഇതായിരുന്നു. വളരെ സിമ്പിൾ അല്ലെ? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഓപ്ഷൻ എ ദേശീയ ജലപാത, നാഷണൽ വാട്ടർവേ 3. ഇതാണ് കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ. ഇതും 10ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന പാഠത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോക്ക്, ദേശീയ ജലപാത 3 കേരളത്തിലെ കായലുകളിലും കനാലുകളിലുമായിട്ടും പശ്ചിമതീര കനാൽ എന്ന് ഇതിനെ വിളിക്കുന്നു. കൊല്ലം തൊട്ട് കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്ന ഇതിപ്പോ കൊല്ലം തൊട്ട് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. കൊല്ലം തൊട്ട് കോഴിക്കോട് വരെ ഇതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെ? കൊല്ലം തൊട്ട് കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്നത് ഇപ്പം കോഴിക്കോട് വരെയാണ്. പഴയ നീളം 205 ആണ്, പുതുക്കിയ നീളം 365 ആണ്
കേട്ടോ. പുതുക്കിയ നീളം 365 ബാക്കിയെല്ലാം ഒന്ന് നോക്കിക്കോ. ദേശീയ ജലപാത 1 ഗംഗ നദിയിലാണ്, അലഹബാദ് ഹാൽഡിയ ബന്ധിപ്പിക്കുന്നു, 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്, സാദിയ ധൂബ്രി എന്നീ ആസാമിലെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു, 891 കിലോമീറ്റർ. ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളിലാണ്, അല്ലെങ്കിൽ അവയുടെ കനാലുകളിലാണ്, കാക്കിനഡ പുതുച്ചേരി ബന്ധിപ്പിക്കുന്നു, പഴയ നീളം 1095, നിർദ്ദിഷ്ട നീളം 2890 കിലോമീറ്റർ. ഇതാണ് നിർദ്ദിഷ്ട നീളം. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും പുതിയ സ്ഥലങ്ങളിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള. അപ്പം അങ്ങനെ നിർദ്ദിഷ്ട നീളമായിട്ട് പറയുന്നത് 2890 കിലോമീറ്റർ. ദേശീയ ജലപാത 5 ബ്രാഹ്മണി മഹാനദി നദികളിലാണ്. ഇതാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. മറ്റ് പശ്ചിമതീര കനാലാണെങ്കിൽ ഇത് പൂർവ്വതീര കനാലാണ്. താൽച്ചർ ധാമറ ബന്ധിപ്പിക്കുന്നു, 623 കിലോമീറ്റർ. ക്ലിയർ അല്ലായിരുന്നോ? നമ്മുടെ ചോദ്യം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ദേശീയ ജലപാതകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ NW ദേശീയ ജലപാത 3 പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്നു. കൊല്ലം തൊട്ട് കോട്ടപ്പുറം വരെ എന്നാണ് ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളത്, പക്ഷെ അതിപ്പോൾ കോഴിക്കോട് വരെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഏത് ഭൂവിഭാഗത്തെയാണ്? ഏതാണ് ആൻസർ? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിന് കുറച്ച് വിശേഷണങ്ങൾ ഈ പാഠം പഠിപ്പിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഫലഭൂഷ്ടമായ മണ്ണും ആവശ്യത്തിന് മഴയും ഈ മേഖലയെ കൃഷിക്ക് അനുയോജ്യമായ മേഖലയാക്കി മാറ്റുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇതായിരുന്നു നമ്മുടെ ചോദ്യം. നോക്കിക്കേ, ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ ധാന്യപ്പുര. ഓക്കെ, അത് വന്നിട്ടില്ല. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. അടുത്തത് ഇന്ത്യയുടെ ധാന്യപ്പുര. ഇന്ത്യയുടെ ധാന്യപ്പുര കണ്ടോ, ഇന്ത്യയുടെ ധാന്യപ്പുര. ഇതായിരുന്നല്ലോ ചോദ്യം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? കണ്ടോ, കിട്ടി. പഠിച്ചത് ഇതൊക്കെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ഒന്നാണിത്. ഈ പ്രദേശങ്ങൾ ഭൂരിഭാഗം അടിക്കടിയുള്ള വെള്ളപ്പൊക്കത്തിനും നദിയുടെ ഗതിമാറി ഒഴുക്കലിനും വിധേയമാകുന്നു. എവറിത്തിങ് നമ്മളെല്ലാം പഠിച്ചതാണ്, ഒരെണ്ണം പോലും നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല. അടുത്തത് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന് ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇത് ഇന്ത്യൻ ജോഗ്രഫി അല്ല, ഇത് വേൾഡ് ജോഗ്രഫിക്കകത്ത് വരുന്നതാണ്, ഫിസിക്കൽ ജോഗ്രഫിക്കകത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ ഫിസിക്കൽ അല്ല, ജനറൽ ജോഗ്രഫിക്കകത്ത് വരുന്നതാണ്. ശരിക്കും നമുക്ക് പ്രിലിംസിന് ജനറൽ ജോഗ്രഫി പഠിക്കാൻ ഇല്ലാത്തതാണ്. റിമോട്ട് സെൻസിങ് എന്ന പാഠമാണിത്. റിമോട്ട് സെൻസിങ് വിദൂര സംവേദനം എന്ന പാഠത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചേക്കുന്നത് ശരിക്കും നമുക്ക് പഠിക്കാൻ ഇല്ലാത്തതാണ്. നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാൻ ഇല്ലാത്തതാണ്. നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി മാത്രമേ ഉള്ളൂ. അപ്പൊ ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം ഇവയൊന്നുമല്ല. നോക്ക്, ഈ ഒരു ചിത്രം കണ്ടാൽ കൃത്യമായിട്ട് അത് നമുക്ക് മനസ്സിലാവും. ആ ചിത്രം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, സോറി. ഭൂതല ഛായാഗ്രഹണം എന്താണ്? ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന് ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. ഇതായിരുന്നല്ലോ നമ്മുടെ ചോദ്യം. ഭൂപ്രതലത്തിൽ നിന്നുകൊണ്ട് ഭൗമോപരിതലത്തിന് ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് ഭൂതല ഛായാഗ്രഹണം. എന്താണ് ആകാശീയ വിദൂര സംവേദനം? വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിന് ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. ക്ലിയർ? ഇനി ഇത് എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം? മൂന്നാമത് ഒരെണ്ണം കൂടിയുണ്ട്, ഉപഗ്രഹ വിദൂര സംവേദനം. ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങളുടെ സ്കാനേഴ്സിന്റെ സഹായത്തോടെ ഭൂപ്രതലത്തിന് ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അങ്ങനെ 3 വിദൂര സംവേദനങ്ങളുണ്ട്. 1 ഉപഗ്രഹ വിദൂര സംവേദനം, 2 ആകാശീയ വിദൂര സംവേദനം, 3 ഭൂതല ഛായാഗ്രഹണം. ഭൂതല ഛായാഗ്രഹണമാണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അതെ, ചിത്രം നോക്കിക്കൂ. ഒന്നാമത്തെ ചിത്രം നോക്ക്. ഒരാള് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഭൂപ്രതലത്തിന് ചിത്രം എടുക്കുന്നത് ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഒന്നാമത്തെ ചിത്രം നോക്ക്. ചിത്രം നമ്പർ 1 നോക്ക്. ചിത്രം നമ്പർ 1 ഇവിടെ കണ്ടോ? ഫസ്റ്റ് പിക്ചർ, ചിത്രം നമ്പർ 1, പിക്ചർ 1. ഇനി പിക്ചർ 2 നോക്ക്. 2 നമ്പർ 2 ഉണ്ടോ? ഒരു വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ഭൂപ്രതല ചിത്രം എടുക്കുന്നു. 2 അതാണ് ആകാശീയ വിദൂര സംവേദനം. ഇനി 3 നോക്ക്. ഒരു സാറ്റലൈറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങളുടെ സഹായത്തോടെ ഭൂപ്രതലത്തിന് ചിത്രങ്ങൾ എടുക്കുന്നു. അതാണ് ഉപഗ്രഹ വിദൂര സംവേദനം. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള സ്ഥലം ഏത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓപ്ഷൻ എ ഉത്തരം അല്ലെ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള സ്ഥലം ഏത് എന്ന ചോദ്യത്തിന് നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം പറയാൻ പറ്റും. ആരും അത് തെറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോയിന്റ് ആണ്. ഇതൊരു പുതിയ പോയിന്റ് ആണോ? അല്ല. ഇതൊക്കെ എത്ര വർഷങ്ങളായിട്ട് നമ്മുടെ തലയിൽ ഇരിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവോ? ഇല്ല. ഇന്ദിരാ പോയിന്റ്, ഇന്ദിരാ കോള്, ഗുഹാർ മോത്തി, കിബിത്തു, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവോ? അല്ല, പോകത്തില്ല. ഇതൊന്നും നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന പോയിന്റ് അല്ല. PSC ഇറങ്ങിയ കാലം തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മുടെ
തലയിൽ ആദ്യം കയറുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവോ? എങ്ങനെ ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യും അല്ലേ? ദേ ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇതൊക്കെ ബേസിക് ആണ്. ഇത് നമ്മുടെ ചോദ്യം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇന്ദിരാക്കോള്, ലഡാക്കിലുള്ള ഇന്ദിരാക്കോള്, സിയാച്ചിൻ ഹിമാനിയുടെ വടക്കേ അറ്റത്തുള്ള ഇന്ദിരാക്കോള്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം നമ്മുടെ പോയിന്റ് ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം, മറ്റേതല്ല. ഇന്ദിരാ പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ്, പാർസൺ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു ഗ്രേറ്റ് നിക്കോബാറിലെ, അല്ലെ? പിഗ്മാലിയൻ പോയിന്റ്, പാർസൺ പോയിന്റ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. ഇനി ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റം കിബിത്തു. എവിടാ കിബിത്തു? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റം കിബിത്തു, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. എവിടാ? ഗുജറാത്ത്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി. ഇന്ത്യയുടെ അല്ല, ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെനിൻസുലാർ റീജിയന്റെ തെക്കേ അറ്റം. ഈ പെനിൻസുലാർ റീജിയന്റെ തെക്കേ അറ്റം ഏതാണ്? ഇത് കന്യാകുമാരി. ടോട്ടൽ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ ടെറിട്ടറികളുടെ തെക്കേ അറ്റം, അതാണ് ഇന്ദിരാ പോയിന്റ്, ആൻഡമാൻ നിക്കോബാറിൽ, അല്ലെ? ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ എന്ന ദ്വീപിന്റെ തെക്കേ അറ്റം. അടുത്തത്, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. അക്ഷാംശീയ സ്ഥാനം, പശ്ചിമ അസ്വസ്ഥത, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം. ഓപ്ഷൻ ബി ആണ് PSCയുടെ ആൻസർ. ഏത്? പശ്ചിമ അസ്വസ്ഥതയാണ് ഉത്തരം. പശ്ചിമ അസ്വസ്ഥത. ഈ ചോദ്യകർത്താവ് എടുത്തേക്കുന്നതിന്റെ ഇവിടുന്നാണ്, നമ്മുടെ പുസ്തകത്തിൽ നിന്ന്. 10ാം ക്ലാസ്സിലെ പുസ്തകം ഉണ്ടല്ലോ, 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പുസ്തകത്തിനകത്ത് കൊടുത്തേക്കുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏത്? ഇതെല്ലാം നമ്മുടെ ഓപ്ഷനിലുണ്ട്. നോക്കിക്കേ. അക്ഷാംശീയ സ്ഥാനം നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ അക്ഷാംശീയ സ്ഥാനം. അടുത്ത നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഭൂപ്രകൃതി നമ്മുടെ ഓപ്ഷനിലുണ്ടോ? നോക്ക്. ഭൂപ്രകൃതി ഓപ്ഷനിലുണ്ടോ? യെസ്. സി എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്, ഭൂപ്രകൃതി. പിന്നെ സമുദ്ര സാമീപ്യം ഓപ്ഷനിലുണ്ടോ? സമുദ്ര സാമീപ്യം യെസ്, ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സമുദ്ര സാമീപ്യം. അടുത്തത്, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തിട്ടില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൊടുത്തിട്ടില്ല, പകരം പശ്ചിമ അസ്വസ്ഥത കൊടുത്തേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പശ്ചിമ അസ്വസ്ഥത നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് ശരിക്കും പശ്ചിമ അസ്വസ്ഥത. ഈ ചോദ്യകർത്താവ് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏത്? ഈ ഒരു ഭാഗം മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇത്രയും വായിച്ചിട്ടാണ് പുള്ളി ആ ചോദ്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിനകത്ത് അയാൾ പശ്ചിമ അസ്വസ്ഥത അതിനകത്ത് ആഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ അസ്വസ്ഥതയ്ക്ക് നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധമുണ്ടോ? ഈ കാലാവസ്ഥ സ്വാധീനിക്കുന്ന ഘടകങ്ങൾക്കകത്ത് പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല പശ്ചിമ അസ്വസ്ഥത, സമ്മതിക്കുന്നു. പക്ഷെ അത് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ ശൈത്യകാലത്ത് നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ മഴയ്ക്ക് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. മഴയ്ക്ക് കാരണമാകുന്ന ഒരു പ്രതിഭാസം, അതായത് നമ്മുടെ ശൈത്യ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. അല്ലാതെ ശൈത്യ കാലാവസ്ഥ ഇന്ത്യയിൽ വരാൻ അത് സ്വാധീനിക്കുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീസൺ ഇന്ത്യയിൽ ഫോം ചെയ്യാനോ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലേക്ക് വരാനോ, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലേക്ക് തടഞ്ഞു നിർത്താനോ, അല്ലെങ്കിൽ ശൈത്യകാലം ഇന്ത്യയിൽ എത്താനോ, ചൂടുകാലം ഇന്ത്യയിൽ എത്താനോ ഒന്നും ഏത് കാരണമാകുന്നില്ല? പശ്ചിമ അസ്വസ്ഥത കാരണമാകുന്നില്ല. പക്ഷെ പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലത്ത് ഇന്ത്യയിൽ മഴ പെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. ജെറ്റ് സ്ട്രീമുകൾ കൊണ്ടുവരുന്ന ന്യൂനമർദ്ദങ്ങൾ, മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കൊണ്ടുവരുന്ന ന്യൂനമർദ്ദങ്ങൾ ഇന്ത്യയിലെത്തി മഴ പെയ്യുന്നു. ആ ഒരു പ്രതിഭാസത്തെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പശ്ചിമ അസ്വസ്ഥത. അല്ലാതെ ഇത് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കാലാവസ്ഥ സീസണിൽ, പ്രത്യേകിച്ച് നമ്മുടെ സീസണിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാ? താരതമ്യേന വീതി കുറവ് പടിഞ്ഞാറൻ. ശരിയാണ്, ഒന്നാമത്തെ ശരിയാണ്. താരതമ്യേന അതിന് വീതി കുറവാണ് കിഴക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ബംഗാൾ ഉൾക്കടലിലും പൂർവ്വഘട്ടത്തിനും ഇടയിലാണിത്. തെറ്റ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ശരി. റാൻ ഓഫ് കച്ച് തൊട്ട് കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരസമുദ്രമുണ്ട്. താരതമ്യേന വീതി കൂടുതൽ. അതും തെറ്റ് അല്ലെ? വീതി കുറവാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1ഉം 3ഉം. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉം. കണ്ടോ? ശരിയായ പ്രസ്താവന 1ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. 2ഉം 4ഉം തെറ്റാണ്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരം. ഇവിടുന്ന് തുടങ്ങുവാണ്, റാൻ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങുവാണ്. റാൻ ഓഫ് കച്ചിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുന്നു. കണ്ടോ? റാൻ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങുന്നു. എവിടം വരെയുണ്ട്? ഇവിടം വരെ, കന്യാകുമാരി വരെയുണ്ട്. ക്ലിയർ അല്ലേ? ഇത് പശ്ചിമഘട്ടമാണ്, വെസ്റ്റേൺ ഘട്ട്. ഈ സൈഡിൽ അറബിക്കടലാണ്. വെസ്റ്റേൺ ഘട്ടും അറബിക്കടലിനും ഇടയിലാണ്. ഇതിനെ 3ആയി തരംതിരിക്കുന്നുണ്ട്. ഈ ഭാഗം ഗുജറാത്ത് കോസ്റ്റ്, ഗുജറാത്ത് വരെയുള്ളത്. പിന്നെ മഹാരാഷ്ട്ര തൊട്ട്
കർണാടകയുടെ തെക്ക് വരെയുള്ളത് ഏതാണ്? കർണാടകയുടെ ആ വടക്ക് ഭാഗം വരെയുള്ളത് കൊങ്കൺ കോസ്റ്റ്. പിന്നെ കർണാടകയുടെ തെക്കും കേരളം എല്ലാം കൂടെ ചേരുന്നതാണ് മലബാർ കോസ്റ്റ്. ഇങ്ങനെ മൂന്നായി തരംതിരിക്കുന്നു. കിഴക്കൻ തീരോ കന്യാകുമാരി തൊട്ട് എവിടം വരെയുണ്ട്? കിഴക്കൻ തീരം കന്യാകുമാരി തൊട്ട് സുന്ദർബൻസ് ഡെൽറ്റ വരെയുണ്ട്. എവിടം വരെയുണ്ട്? സുന്ദർബൻസ് ഡെൽറ്റ. എന്നിട്ട് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും ഭാഗം തമിഴ്നാടും ആന്ധ്രയുടെ തെക്കും കൂടെ ചേർന്ന് കോറമണ്ടൽ തീരം എന്ന് വിളിക്കുന്നു. ബാക്കിയുള്ളതിന് എന്ത് വിളിക്കുന്നു? നോർത്തേൺ സിർക്കാർസ് എന്ന് വിളിക്കുന്നു. വടക്കൻ സിർക്കാർസ് എന്ന് വിളിക്കുന്നു കേട്ടോ. കോറമണ്ടൽ കോസ്റ്റിന് ശേഷമുള്ളതിൻ്റെ ഈ ബാക്കിയുള്ള ഭാഗത്തെ എന്ത് വിളിക്കുന്നു? നോർത്തേൺ സിർക്കാർസ് എന്ന് വിളിക്കുന്നു. അതിൽ തന്നെ ഒഡീഷയുടെ തീരത്തെ ഉത്കൽ തീരം എന്ന് വിളിക്കുന്നു. ഒഡീഷയുടെ തീരത്തിന് പ്രാദേശികമായിട്ടുള്ള ഒരു പേരുണ്ട്. എന്താണ്? ഉത്കൽ തീരം. ഇതാണ് വീതി കൂടുതൽ. കണ്ടോ, പടിഞ്ഞാറൻ തീരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വീതി കൂടുതലാണ്. ഇവിടെ ഡെൽറ്റകൾ കൂടുതലാണ്. കിഴക്കൻ തീരത്ത്. പടിഞ്ഞാറൻ തീരത്ത് എസ്റ്ററീസ് അല്ലെങ്കിൽ അഴിമുഖങ്ങളുണ്ട് ധാരാളം. പടിഞ്ഞാറൻ തീരത്ത് ധാരാളം എസ്റ്ററീസ് അല്ലെങ്കിൽ അഴിമുഖങ്ങളുണ്ട്. കിഴക്കൻ തീരത്ത് ധാരാളം ഡെൽറ്റകളുണ്ട്. കിഴക്കൻ തീരത്ത് ധാരാളം തടാകങ്ങളുണ്ട്. എന്തുണ്ട്? തടാകങ്ങൾ. ചിൽക്കയും കൊല്ലേരുവും പുലിക്കെട്ടും പോലെയുള്ള തടാകങ്ങൾ. പടിഞ്ഞാറൻ തീരത്തോ ധാരാളം ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. കായലുകളുണ്ട്. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇതിന്റെ ആൻസർ ശരിക്കും എന്താ വരേണ്ടത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ഒരു PSC ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചാൽ അയാൾ ഏതാണ് ഉത്തരം പറയുന്നത്? മൗണ്ട് K2 ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 ആണ്. POKയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ, 9ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ആൻസർ ആയിട്ട് ഓപ്ഷൻ എ ആനമുടി കൊടുത്തത്? പ്രൊഫഷണൽ കീഴിൽ എനിക്കറിയത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എങ്ങനെ ആനമുടി വരുന്നത്? ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യാത്തതിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അല്ലേ? ഇനി ഇവിടെ മൗണ്ട് K2 ഇല്ലാത്ത സ്ഥിതിക്ക് ഏത് കൊടുക്കാൻ വേണമെങ്കിൽ കാഞ്ചൻജംഗ കൊടുക്കാം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. അത് ഉത്തരമല്ലല്ലോ, അത് വേറൊരു ചോദ്യമല്ലേ. കാഞ്ചൻജംഗ ഉത്തരമായിട്ട് വരുന്നത് മറ്റൊരു ചോദ്യമല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിക്കുമ്പോൾ മൗണ്ട് K2 അല്ലേ ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്? മൗണ്ട് K2 ആണ് ഉത്തരം വരേണ്ടത്. സോ ഇത് നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള എല്ലാ 100% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൗണ്ട് K2 ഉത്തരമായിട്ട് വരേണ്ടത് വേറെ എന്ത് എഴുതിയിട്ടും കാര്യമില്ല അല്ലേ? അല്ല പിന്നെ ഈ ചോദിക്കണം, താഴെ തന്നിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? അങ്ങനെ ചോദിക്കാം. താഴെ തന്നിട്ടുള്ളത്, അല്ലാതെ ഇതൊരു ഫാക്ട് അങ്ങ് ചോദിക്കുമല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിക്കുമ്പോൾ മൗണ്ട് K2 എന്നല്ലേ പറയേണ്ടത്. അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് സ്കൂൾ കാലഘട്ടം തൊട്ട്. അങ്ങനെയല്ലേ നമ്മൾ ഓരോ ഇന്ത്യക്കാരനെ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വേറൊരു ചോദ്യം അല്ലെങ്കിൽ വേറൊരു ഉത്തരം നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയുമായിരുന്നു ചോദ്യങ്ങൾ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള 11 ചോദ്യങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 11 ചോദ്യങ്ങൾ. ഒന്നാമത്തെ രണ്ടാമത്തെ ഫേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന 11 ചോദ്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. ഉത്തരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഫേസ് ഉള്ളവർ SRTയും അതേപോലെ തന്നെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ചോദിച്ച ആ മേഖലകളുണ്ടല്ലോ, നമ്മുടെ ഹയർ സെക്കൻഡറി ബുക്സും 9ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്രമായി പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഫേസിൽ നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.